ഹലോ എവറി വൺ, യുണൈറ്റഡ് ടേസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത് എൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ടാണ്, ഓഫീസിലേക്ക് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പൊട്ടാറ്റോ ആണ് വേണ്ടത്. അത് ജൂലിയനായിട്ട് ചോപ്പ് ചെയ്യുക, നല്ല ഫൈനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, പെട്ടെന്ന് കുക്കാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു മീഡിയം സൈസ് അനിയനും ഒരു 4 ചിക്കൻ ഫ്രാങ്ക്സും അതുപോലെ തന്നെ ജൂലിയൻ ചെയ്ത് വയ്ക്കുക. പിന്നീട് ഒരു 2 മുട്ട, ഉപ്പും പിന്നെ പെപ്പർ, ക്രഷ് ചെയ്ത പെപ്പറും ഇട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ജൂലിയൻ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 പൊട്ടാറ്റോ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതുപോലത്തെ 2 സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നല്ല രീതിയിൽ ഇതിനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ജൂലിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഒനിയൻ ഒന്ന് ട്രാൻസ്ലൂസൻ്റായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ജൂലിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രാങ്ക്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും നല്ല രീതിയിൽ വഴറ്റി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പൊട്ടാറ്റോ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഈ മിശ്രിതം മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു ടോർട്ടില്ല ബ്രെഡ് എടുക്കുക. പിന്നെ ഞാൻ അളവിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാൻ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും അടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ടോർട്ടില്ല ബ്രെഡ് ആ ഒരു ടിഫിൻ ബോക്സ്, എന്തെങ്കിലും ഒരു ബോക്സ്, സ്ക്വയർ ഷേപ്പോ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ഒരു സാൻഡ്വിച്ച് ഷേപ്പ് കിട്ടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 സാൻഡ്വിച്ചാണ് ഇതുപോലത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഹാഫ് ഞാൻ കറക്റ്റ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ ഹാഫ് പോർഷൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂണ് കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മിശ്രിതങ്ങൾ ആ എഗ്ഗുമായിട്ടൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ എഗ്ഗിൽ ഞാൻ ക്രഷ് ചെയ്ത പെപ്പറും ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത്. അത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ ആ എഗ്ഗ്. അതിനുശേഷം നമുക്ക് ഈ ടോർട്ടില്ല ബ്രെഡ് അതിനെ മടക്കി നമുക്കൊരു സ്ക്വയർ ഷേപ്പ്, ഒരു സാൻഡ്വിച്ച് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം പാനിലേക്ക് കമഴ്ത്തിയിടാം. പാനിൽ വെച്ചിട്ട് അതിന് വളരെ ചെറിയ തീയിൽ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടരുത്, വളരെ മീഡിയം ആയിരിക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുമ്പോഴേ കറക്റ്റ് ആ ഉള്ളിൽ എഗ്ഗ് കുക്കായി കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോർട്ടില്ല ബ്രെഡ് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ചെറിയ ചൂടിൽ നമ്മുടെ ഈ പാനിൻ്റെ അകത്തുണ്ടാവുന്ന ഒരു സ്റ്റീം ഉണ്ടല്ലോ, പാൻ മൂടി വെച്ച് വേവിക്കുമ്പോൾ, അതിൽ വേണം ഈ എഗ്ഗ് കുക്കായി കിട്ടാനായിട്ട്. ഞാനൊരു 15 മിനിറ്റോളം ഇതങ്ങനെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നല്ല രീതിയിലത് വെന്ത് കിട്ടുള്ളൂ.
നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇതുപോലെയോ കട്ട് ചെയ്തോ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായ ഒരു ഐറ്റമാണിത്. ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു നല്ല ഡിഷാണിത്. നമുക്ക് ടിഫിൻ പാക്ക് ചെയ്യാനൊക്കെ ദ ബെസ്റ്റാണ്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അധികം പെട്ടെന്നൊന്നും വിശക്കത്തില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിൽ നമ്മൾ ധാരാളം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പൊട്ടാറ്റോ, ചിക്കൻ ഫ്രൈസ് ആൻഡ് ഓനിയൻ, പിന്നെ ടോർട്ടില്ല, എഗ്ഗും, ഇത്രയും ഐറ്റങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ല രുചിയുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി ഡിഷുകളുമായി ഞാൻ തിരിച്ചു വരുന്നതാണ്. നമുക്ക് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ജിബിൻ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.